കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായ കനാൽ അക്വിഡക്ട് ചോർന്നൊലിച്ച് തകരാറിൽ. ആലപ്പുഴ ജില്ലയിൽ ആദിക്കാട്ടുകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന KIP കനാൽ അക്വിഡക്ട് ആണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ഇറിഗേഷൻ പ്രോജക്ട് KIP കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 235 കിലോമീറ്റർ ദൈർഘ്യമുള്ള 53,514 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനം ലഭ്യമാക്കുന്ന പ്രധാന കനാലിന്റെ ഒരു ഭാഗമാണ് ആലപ്പുഴ ജില്ലയുടെ കിഴക്കേ അറ്റത്തുള്ള ആദിക്കാട്ടുകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അക്വിഡക്ട്. ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ജലം എത്തിക്കുന്ന പ്രധാന ധമനി. 1986 ജലസേചനം ആരംഭിച്ച് 1990 കമ്മീഷൻ ചെയ്ത ഈ അക്വിഡക്ട് കാലപ്പഴക്കത്താലും മതിയായ അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലവും ഇപ്പോൾ ചോർച്ചയിലും തകരാറിലുമാണ്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് കൗതുകകരവും വിസ്മയകരവുമായ ഈ അക്വിഡക്ട് തുരങ്ക രൂപകൽപ്പന കൊണ്ട് ആകർഷണീയവുമാണ്. 1/2 കിലോമീറ്ററോളം നീളമുള്ള ഈ പാലം ഒരു നാടിന്റെ 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സഞ്ചാരപാത കൂടിയായിരുന്നു. തറനിരപ്പിൽ നിന്നും 50 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ കൈവരികളും കോൺക്രീറ്റ് സൈഡ് പാളികളും അടർന്നു മാറിയിരിക്കുകയാണ്. കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിൽ വിടവുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അടിഭാഗത്തെ ചോർച്ച കാരണം അപകട നിലയിലാണ് അക്വിഡക്ട്. മുൻപ് ഇതിന് മുകളിൽ നിന്നും ഒരാൾ താഴേക്ക് വീണ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇതിന്റെ കവാടങ്ങൾ ബ്ലോക്ക് ചെയ്ത് അപകട മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇതിലേക്ക് കയറാം, നടക്കാം. ഇതിലൂടെ നടക്കുന്നത് തന്നെ അപകടമാണെന്നിരിക്കെയാണ് പുറത്തുനിന്നും എത്തുന്നവർ ഇരുചക്രവാഹനങ്ങൾ ഇതിലൂടെ കയറ്റി ഓടിക്കുന്നത്. അക്വിഡക്റ്റിന്റെ ചില ഭാഗങ്ങൾ ചോർന്ന് വെള്ളം താഴ്ഭാഗത്തെ റോഡിലേക്ക് ഒഴുകി റോഡ് ശോചനീയാവസ്ഥയിലാകുകയും താഴ്ഭാഗത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറുകയുമാണ്. കനാലിലേക്ക് വെള്ളം തുറന്നുവിടുന്ന 4-5 മാസക്കാലം താഴ്ഭാഗത്തെ റോഡിലൂടെയുള്ള യാത്ര ദുരിതയാത്രയാണ്. ഈ ഭാഗത്തെ ചില വീടുകളുടെ അടിഭാഗത്തുകൂടി ഊറ്റയിറങ്ങി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി സമീപവാസികൾ പറയുന്നു. അക്വിഡക്റ്റിന്റെ കോൺക്രീറ്റ് പാളികളുടെ വിടവുകളിലൂടെ ആൽമരങ്ങൾ കിളിച്ചിറങ്ങിയിരിക്കുന്നതും കാണാം. ഇതും ഏറെ അപകടകരമാണ്. 475 മീറ്റർ നീളവും 8 അടി വീതിയും അത്രത്തോളം ആഴവുമുള്ള 3840 മീറ്റർ ക്യൂബ് വെള്ളം ഉൾക്കൊള്ളുന്ന ഈ അക്വിഡക്റ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ഒരു കാലത്ത് നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടുമിക്ക വിവാഹ ഫോട്ടോ ആൽബങ്ങളിലും ഇടം പിടിച്ച ഇടമായിരുന്നു ഈ അക്വിഡക്റ്റ്. ഒരു വ്യൂ പോയിന്റ് കൂടിയായിരുന്ന ഈ അക്വിഡക്റ്റിന് മുകളിലൂടെ സൂര്യാസ്തമയ സമയങ്ങളിൽ താഴ്ഭാഗത്തെ വയലുകളും പച്ചപ്പുകളും കണ്ടാസ്വദിച്ച് നടന്നത് നാട്ടുകാർക്ക് ഇന്ന് നൊസ്റ്റാൾജിയയാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഈ അക്വിഡക്റ്റിന് മുകളിലൂടെ രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇപ്പോൾ ഏറി വരുന്നു. പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമൊക്കെ നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി കൈവരി ബലപ്പെടുത്തി ഉയർത്തി അതിൽ ചെറിയ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് ഒന്ന് നവീകരിച്ചെടുത്താൽ സുന്ദര സുരഭില പ്രാദേശിക ടൂറിസം പോയിന്റാക്കി ഇതിനെ മാറ്റാം.